ഇന്നലെ ആത്മഹത്യ ചെയ്ത മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും അഭിഭാഷകയുമായ ജിസ്മോൾ തോമസിന്റെയും മക്കളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം. പിതാവ് ഉൾപ്പെടെ വിദേശത്തു നിന്നും എത്തിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ. ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണവും ഊർജിതമായി നടക്കുന്നുണ്ട്. പിതാവ് ഉൾപ്പെടെയുള്ളവർ എത്തിയ ശേഷം മൊഴി രേഖപ്പെടുത്തിയായിരിക്കും തുടർ നടപടികൾ. ജിസ്മോൾക്ക് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അടുത്ത ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ജി ശ്രീജിത്ത് ചേരുന്നു കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യ അത് നമുക്കുണ്ടാക്കിയ വേദന, അതുമായി മുമ്പാണ് സമാനമായ രീതിയിൽ തന്നെ അമ്മയും രണ്ടു മക്കളും ആത്മഹത്യ ചെയ്യപ്പെടുന്നത്. ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ഇവരെത്താനുണ്ടായ കാരണം അത് കൃത്യമായി പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ആര്യ, അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പലതരത്തിലുള്ള അന്വേഷണം, പലതരത്തിലുള്ള മൊഴിയെടുപ്പുകളൊക്കെ നടത്തി വരുന്നുണ്ട്. പക്ഷേ കാര്യമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ടുള്ള മൊഴി ഇതുവരെയും ലഭിച്ചിട്ടില്ല. കുടുംബ പ്രശ്നങ്ങൾ എന്നുള്ള മൊഴി ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇയാളുടെ ഭർത്താവിനെതിരെയൊന്നും കാര്യമായ പരാതികളൊന്നും ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. എന്തായാലും നാളെയാണ് ഈ പിതാവ് നാട്ടിലെത്തുക, തോമസ് നാട്ടിലെത്തുക. അതിനുശേഷമായിരിക്കും കൂടുതൽ ഒരുപക്ഷെ പരാതികൾ ഒക്കെ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടാകുക. എന്തായാലും ഇന്ന് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും. ഇന്നലെ പല തരത്തിലുള്ള ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഫാനിൽ കെട്ടി തൂങ്ങി ചാവാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതല്ലാതെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം, അങ്ങനെ പലതുണ്ട്. ഇതെല്ലാം പരിശോധിക്കും ഇന്നത്തെ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ. എന്തായാലും നിലവിൽ മറ്റു കൂടുതൽ വിവരങ്ങളൊക്കെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഏറ്റുമാനൂർ പോലീസ്. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.